അപ്പം നമ്മളുടെ ജീവിതം നമ്മൾ പരിശോധിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ളൊരു ഭാഗത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിശോധന ഒരിക്കലും ആരംഭിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കും? കാരണം ഈ വിചാരം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്. ആ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്തു. വിചാരം എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. നമ്മളെ അനുഭവിക്കുന്ന ഭാഗം സസൂക്ഷ്മം ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ സസൂക്ഷ്മം എന്ന് പറയുമ്പോൾ ശ്രദ്ധയിൽ ഒരു ഐക്യമുണ്ടായി, ശ്രദ്ധയിൽ ഒരു മൂല്യമുണ്ടായി, ശ്രദ്ധയിൽ നമുക്ക് ആശ്വാസമുണ്ടായി. അതല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ജീവിതം മുന്നോട്ട് പോകത്തില്ല. ശ്രദ്ധ ജീവിക്കാൻ തുടങ്ങണം, ശ്രദ്ധ കൂടി ജീവിക്കാൻ തുടങ്ങണം. അല്ലെങ്കിൽ എന്ത് പറ്റും? എല്ലാവരും പറയും എനിക്ക് അധികം നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അത് പാഴ് സംഭവമാണ്. പാഴ് സംഭവത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകും. മനസ്സിലായി? പാഴായിട്ടുള്ള എന്തിനെ ശ്രദ്ധിച്ചാലും നമുക്ക് ക്ഷീണം ഉണ്ടാകും. പാഴല്ലാത്തതിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് യോഗമുണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ശ്രദ്ധ തന്നെ, ശ്രദ്ധയെന്ന് പറയുന്നത് ഒരു അറ്റൻഷനാണ്, ഒരു കോൺസെൻട്രേഷനാണ്. പക്ഷേ അതിനകത്ത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനകത്ത് സ്വപ്നം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല. അവിടെ തന്നെ ഫ്രിക്ഷൻ ഉണ്ടാകും. അവിടെ നമുക്ക് അസ്വസ്ഥതകൾ ജനിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ബോഡിയിൽ മാച്ചിങ് അല്ലാത്തതുകൊണ്ടാണ് അവിടെ അൺഈസിനെസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യണം. കാരണം ഇതിപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, നമ്മുടെ ശരീരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലിക്കുന്ന അവസ്ഥയുടെ തുടർച്ച, ആ ചലിക്കുന്ന അനുഭവം, ആ ചലിക്കുന്നത് അനുഭവിക്കണം. അപ്പോഴാണ് ശരിക്കുമുള്ള ജീവിതം എന്താണെന്ന് അറിയുന്നത്. നമ്മളെ ചലിപ്പിക്കുന്നത് അത് അനുഭവിക്കണ്ടേ? അപ്പോഴാണ് തെളിമ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് അർഹതപ്പെട്ടതാണ്. ഈ നമ്മള് ഇങ്ങനെ അതിസൂക്ഷ്മമായിട്ട് നമ്മൾ ചലിക്കുന്ന അനുഭവം അനുഭവിക്കുന്നതിനിടയിൽ തന്നെ ഒരുപാട് ഡിസ്റ്റർബൻസ്, ശബ്ദങ്ങളായിട്ടും വ്യക്തികളായിട്ടും നമ്മളെ കുടുംബത്തിലെ കർമ്മങ്ങളായിട്ടും അല്ലെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച കുറെ പൊട്ട സ്വപ്നങ്ങളായിട്ടും എല്ലാ സാധനങ്ങളും ഇങ്ങനെ വന്ന് ഒരു സ്ഥലത്ത് വന്ന് നമ്മളെ അനുഭവത്തിലേക്കാണ് വന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെയല്ല, അനുഭവത്തിലോട്ട് തള്ളിക്കൊണ്ട് നിൽക്കുന്നില്ല, ഒരിക്കലും അല്ല. നമ്മൾ എത്ര തിരക്കിൽ കൂടെ നടന്നു പോയാലും, നമ്മളിപ്പോൾ ബോംബെയിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന്, VT റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് പല വഴിക്ക് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ദിശാബോധമുണ്ട്. ബോംബെയിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നോക്കുക, ആ മെട്രോ ട്രെയിനിലൊന്ന് കയറാൻ നോക്കുക, എങ്ങനെയായിരിക്കും? നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ആ ട്രെയിനകത്ത് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുന്നു, തീരുമാനമെടുക്കുന്നു, ആ ട്രെയിനകത്ത് നമ്മൾ കയറുന്നു. അതിൻ്റെ തോന്നിയ പോലെ ആൾക്കാർ തള്ളിക്കൊണ്ട് പോകത്തില്ല. ആ പോക്കിന് നമ്മൾ പോകത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ ഒഴുക്കിൽപ്പെട്ട് അങ്ങോട്ട് പോകത്തില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ലക്ഷണബോധം വെച്ച് നിൽക്കാനുള്ള പ്രാപ്തിയുണ്ട് നമ്മൾക്ക്. ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടറിയാം. ചേട്ടാ, അത് നമ്മളിപ്പോ സ്ഥൂലമായിട്ട് നമ്മളിപ്പോ എത്തിച്ചേരേണ്ട ഒരു സ്ഥലവും ആ സ്ഥലത്തിനെ പറ്റിയ ഒരു ലക്ഷ്യം എല്ലാം ഉണ്ടാവുന്നുള്ള സ്ഥൂലമായിട്ടുള്ള ഒരു കാര്യമല്ലേ അത് സ്വപ്നത്തിന്റെ ഭാഗമാണെന്ന് ആയിക്കോട്ടെ. അതാണെങ്കിലും അത് അഭിലാഷേ, അത് അങ്ങനെയാണെങ്കിലും പ്രവർത്തിക്കാനുള്ള ആർജവം നമ്മുടെ ഉള്ളിൽ ആരോഗ്യം ഉപയോഗിച്ചിട്ടല്ലേ. ആരോഗ്യം സ്വപ്നമല്ലല്ല. നിങ്ങൾക്കവിടെ ആ നിശ്ചയിച്ചിരിക്കുന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ആരോഗ്യമുണ്ട്. ആ സ്വപ്നത്തെ വിട്ടിട്ട് ആ ആരോഗ്യത്തെ കാണുക. മനസ്സിലായ? ആ ലക്ഷ്യത്തിലോട്ട് പോകണ്ട. പൂർത്തീകരിക്കുന്ന ഒരു ഭാഗമുണ്ടോ സഭാസൻ ചേട്ടാ? എന്തോ? ഇല്ല. സ്വപ്നം ജീവിതമല്ല. സ്വപ്നം പൂർത്തീകരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ വിഷയമേ ഇല്ല. നമ്മുടെ രോഗം പൂർത്തീകരിക്കണം. രോഗം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു രോഗം വന്ന് ആ രോഗാണുവിൻ്റെ ദൗത്യം തീരട്ടെ. നിങ്ങൾ നിന്നു കൊടുക്കുമോ?
രോഗാണു നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കട്ടെ. അതിൻ്റെ ദൗത്യം കഴിയുമ്പോൾ അത് അവസാനിക്കും. നമ്മുടെ ശരീരം നശിച്ചു തീരുമ്പോൾ രോഗാണുവിന് തിന്നാനൊന്നും ഇല്ലാണ്ടാവുമ്പോൾ രോഗാണു നശിച്ചു പോകും. അതാണ് സ്വപ്നം. അതാണ് സ്വപ്നം. മനസ്സിലായി? ഒരു രോഗാണുവാണ് സ്വപ്നം എന്ന് പറയുന്നത്. നമ്മളിലൊരു രോഗാണുവാണ്. മനസ്സിലായി? ഇപ്പോൾ എല്ലാവരും പറയും, എൻ്റെ അമ്മ രോഗിയായിട്ട് കിടക്കുകയാണ്, ഞാൻ ചികിത്സിക്കണ്ടേ, എനിക്ക് കാശാണ് വേണ്ടത് എന്നും പറഞ്ഞ് കിടന്ന് പാടുപിടിക്കുകയാണ്. എന്താണ്? അമ്മയുമായിട്ട് നല്ല ബന്ധമില്ലാത്തത് കൊണ്ടാണ് അമ്മയ്ക്ക് രോഗം വന്നത്. അമ്മയുമായിട്ട് നല്ല ബന്ധത്തിലുള്ള സാധ്യത അവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അമ്മയായിട്ടുള്ള നല്ല ബന്ധത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. ആ ബന്ധം കൊണ്ടുവരുമ്പോൾ ആ ബന്ധം, അമ്മയായിട്ടുള്ള നല്ല ബന്ധം അവിടെ ഉള്ളതാണ്. അതിന് സ്ഥാനം കൊടുക്കാത്തതാണ് ഈ രോഗങ്ങൾ മുഴുവനും. അമ്മയായിട്ടുള്ള നല്ല ബന്ധത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? സാവകാശം തെളിച്ചം ഉണ്ടാവും. ആ തെളിച്ചമാണ് ആരോഗ്യം, ആ തെളിച്ചമാണ് ജീവിതം, ആ തെളിച്ചമാണ് യോഗം. അതിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നതല്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നവനാണ് സത്യസന്ധൻ. അവൻ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുടെ പുറകെ കറങ്ങി നടന്നിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടത്തില്ല. അത് പാഴ് പരിപാടിയാണ്. മനസ്സിലായോ? അത് ജീവിതം ആകത്തില്ലായിരിക്കും. അപ്പോൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആകാശമായിട്ടുള്ള ബന്ധം അനിവാര്യമാണ്. മനസ്സിലായി? ആകാശമായിട്ടുള്ള ബന്ധം അനിവാര്യമാണ്. അപ്പോഴേ ജീവിക്കുന്ന ഭാഗം ആകത്തുള്ളൂ. അപ്പോൾ ജീവിക്കുന്ന ഭാഗം, നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സമൂഹത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ എന്നെങ്കിലും എല്ലാ മനുഷ്യരും ശാന്തരാകുമോ? എല്ലാവരെയും ശാന്തരാക്കാൻ നോക്കുന്നു, എല്ലാവരെയും നല്ലവനാക്കാൻ നോക്കുന്നു. എന്തിനാണ് ഈ മറ്റുള്ളവരെ നല്ലവനാക്കാൻ നോക്കുന്നത്? ഇവൻ്റെ ഉള്ളിലുള്ള വൃത്തികേട് അവന് ഒഴിവാക്കാൻ താല്പര്യമില്ല. അതിനാണ് മറ്റുള്ളവരെ നല്ലവനാക്കാൻ നോക്കുന്നത്. താൻ പറഞ്ഞത് ശരിയല്ല, ഞാൻ കേട്ടപ്പോൾ എനിക്കുണ്ടായ അസ്വസ്ഥത മാറ്റുന്നതിന് പകരം താൻ പറഞ്ഞത് ശരിയല്ലെന്ന് പറയാൻ പോകുന്നു. നോക്കണേ, താൻ പറഞ്ഞത് ശരിയല്ല. എന്തിനാണ്? കാരണം ഞാൻ കേട്ടപ്പോൾ എനിക്ക് അസ്വസ്ഥതയുണ്ടായി. ഞാൻ നല്ലവനാണ്, താൻ ശരിയല്ല. മനസ്സിലായ? എന്നുവെച്ചാൽ കള്ളനാണ്, കപടതയുള്ളവരാണ്. താൻ ശരിയല്ല എന്ന് പറയുന്നത് കള്ളന്മാരാ, കപടതയുള്ള സത്യസന്ധത ഇല്ലാത്തവരാ. താനും ശരിയാണ്, ഞാനും ശരിയാ. അങ്ങനെ ആയിരിക്കണം. മനസ്സിലായി? എന്താണ് ശരി? ശരി എന്താണ്? നമ്മൾ രണ്ടുപേരും എടുത്ത തീരുമാനമല്ല. ശരി. മനസ്സിലായി? നമ്മൾ ജീവിക്കുന്ന ഭാഗം, പ്രപഞ്ചത്തിൻ്റെ തീരുമാനമാണ് ശരി. അത് എന്നും ശരിയാണ്. അത് ഒരിക്കലും അതിനകത്ത് കോട്ടം വരത്തില്ല. പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കണം. അതിന് താല്പര്യമുള്ള ആൾക്കാരില്ല, കുഴപ്പമില്ല. ഇന്ന് നമുക്കെന്താണ്? അതിന് താല്പര്യമുള്ള ആൾക്കാരെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ സത്യസന്ധതയിൽ നമ്മൾ നിൽക്കുമ്പോൾ, തുടരുമ്പോൾ അതിൻ്റെ തുടർച്ച സത്യമാണ് നമുക്ക് തരുന്നത്. സത്യം തരുന്ന തുടർച്ചയ്ക്ക് ശാശ്വതമായിട്ടുള്ള അനുഭവം ഉണ്ടാകും. ആരെങ്കിലും തരുന്നത് ഒരിക്കലും ശാശ്വതമാകത്തില്ല. അതാക്കാൻ വേണ്ടി കിടന്ന് പാടുപിടിക്കുകയും. ഇപ്പം ഇന്നലെ ഒരാൾ പറഞ്ഞു, എന്നുവെച്ചാൽ ക്ലബ് ഹൗസിൽ തന്നെ, ബോധം ഗ്രൂപ്പിൽ തന്നെ, അവനവൻ്റെ സുഖത്തിനായിട്ട് ആചരിക്കുന്നത് അപരന് കൂടി സുഖമാകണം എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് ആര് പറഞ്ഞതാണ്? അത് നടപ്പിലാകുമെന്ന് ആര് പറഞ്ഞു? ഇങ്ങനെയുള്ള കുറേ പൊട്ടത്തരങ്ങൾ എടുത്ത് പറഞ്ഞിട്ട്, ഈ പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട് അതുപോലെ ഒപ്പിക്കാൻ നോക്കിയാണ്. ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ആ പ്രവർത്തിക്കുന്ന അവസ്ഥ അനുഭവിക്കുന്നു. അത് ജീവിച്ചാൽ പോരെ? അതിൽ ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതം. അതിനകത്ത് ഒരു കാരണവശാലും യാതൊരു പ്രതിസന്ധിയുമില്ല. അപ്പം മറ്റുള്ളവർ എന്നും പാഴാൾക്കാരാണ്. അപ്പം സമൂഹത്തെ വൃത്തിയാക്കുക എന്നൊരു പരിപാടി നമ്മുടേതല്ല. എന്നുവെച്ചാൽ പറമ്പിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നു. നമ്മൾ കൃഷിയിടത്തിൽ കർഷകൻ എന്താ ചെയ്യുന്നത്? നിരന്തരം ആ കൃഷിയിടത്തിൽ പരിശോധിച്ച് കീടങ്ങളെ അകറ്റാനുള്ള ഭാഗം എപ്പോഴും ചെയ്യും. എപ്പോഴും കീടങ്ങളെ ഇങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അത് എന്നും അങ്ങനെയാണ്. കീടനാശിനി തളിക്കുകയും
അല്ലെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ പുകയൊക്കെ കൊടുത്ത് മനസ്സിലായി ഈ പറയുന്ന കീടങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഈ കീടങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം സമൂഹത്തിലും എപ്പോഴും കീടങ്ങളുണ്ട്. ഈ കീടങ്ങളെ വൃത്തിയാക്കുന്ന പരിപാടി നമ്മുടേതല്ല. നമ്മൾ വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് നടക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നവർ എന്താണ്, മറ്റുള്ളവർ ശരിയല്ല എന്ന് പറഞ്ഞിറങ്ങുന്നവർ അവർ തന്നെ ഒരു കീടമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിലാ അവരിലാണ് കീടം. അതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗത്തോട്ട് നമ്മൾ ശ്രദ്ധിക്കണ്ട.